നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഉസ്താദെ, താങ്കൾ പറഞ്ഞത് കൃത്യമായിട്ട്, കാരണം ഇന്നത്തെ ജനറേഷൻ ആണല്ലോ, അവർ കൃത്യമായിട്ട് അത് അംഗീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ല. ഉസ്താദിന്റെ ഈ ഒരു വീഡിയോക്ക് എക്സ്പ്ലനേഷനുമായി മറ്റൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു, സിയാക്കൊപ്പം എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നുകൊണ്ട്. ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കാണാം. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ലോകത്തിന്റെ, കേരളത്തിന്റെ ഉത്സവമായിട്ടുള്ള ഓണം എന്നുള്ള സെലിബ്രേഷൻ നടക്കുമ്പോ നമ്മളെ പോലെയുള്ള മക്കൾ അതിൽ പങ്കെടുക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ദുഷിപ്പ് നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നാലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ട് ഉസ്താദേ. എനിക്ക് നിങ്ങളൊരു പ്രായത്തിന് മൂത്തവരായതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളുടെ വാപ്പാക്ക് വിളിക്കുന്നില്ല. ഈ പെൺകുട്ടി പറഞ്ഞ ഈ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കില്ല. എന്ന് കരുതി ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്നല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പെൺകുട്ടി പറഞ്ഞ ആളുടെ അഭിപ്രായമാണ്. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട് തന്നെയാണ്. അതുകൊണ്ട് ആർക്കും എന്തും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഞാനിവിടെ ഈ പെൺകുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നുമില്ലെങ്കിൽ ഒരു മതപണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ മാനിക്കണം. അപ്പം അങ്ങനെയെല്ലാം മാനിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മറുപടി ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഈ പെൺകുട്ടി പറഞ്ഞ ഒരു മറുപടിയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷെ അതിന് ആപ്റ്റായിട്ടുള്ളൊരു മറുപടി ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ കാസിം ഉസ്താദിന്റെ ഒരു വീഡിയോ ആണ്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇദ്ദേഹം പറഞ്ഞ ഈ ഉസ്താദ് പറഞ്ഞതിനുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ആയിട്ടൊരു മറുപടി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കരുത്, പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത്. ഒരു ഓണത്തിന് വേണ്ടി ആ അയൽ വീട്ടുകാർ അശോകന്റെ വീട് അല്ലെങ്കിൽ മറ്റു ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർ നമുക്ക് കൊടുത്തയച്ചു. എന്താ സ്വീകരിക്കണ്ടേ, കഴിക്കണ്ടേ? ചോറ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ചു, അവരും കഴിക്കും. എന്റെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയക്കലില്ലേ? എന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒന്നിരിക്കും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തയക്കും. പെരുന്നാളാവുമ്പോൾ വാപ്പനെ അവരങ്ങോട്ട് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും. നോമ്പുറക്കലിന് ഒരു നോമ്പുറക്കൽ, ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പുറക്കൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. മുഹറം പത്തില്ല. ഇപ്പൊ നിങ്ങൾ മുഹറം പത്തിന് എന്റെ പേരിൽ വന്നിരുന്നു. അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നമ്മളെ അയൽവാസികളാണ്, നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ. എന്താ ഈ പറഞ്ഞ കൂട്ടുന്നതൊക്കെ? എന്താണ് വിചാരിച്ച്? മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല. ഗൗരവമായി മനസ്സിലാക്കണം. അതിലൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരരുത്. ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ്. പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഇതൊന്നും യാതൊരു പ്രശ്നമല്ല, ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കും, അങ്ങോട്ടും സഹകരിക്കും, ഇങ്ങോട്ടും സഹകരിക്കും. മാലിടാൻ വേണ്ടി പോകാൻ പുറപ്പെട്ടപ്പോൾ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തുണി വാങ്ങണം, പൈസ ഇല്ല. അപ്പൊ ആദ്യം പൈസ കൊടുത്തു. എന്തിന് പറടോ? ശബരിമലക്ക് പോകുന്ന മാലിടുന്ന ചന്ദ്രന് കറുത്ത തുണി വാങ്ങാൻ പൈസ ഇല്ല. അപ്പൊ ആദ്യം പൈസ കൊടുത്തു. എന്തിന്? ഇതിവിടെ കഴിഞ്ഞിട്ടില്ലേ? എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മൂല്യന്മാര് കൊടുത്തിട്ടില്ലേ, കാളിയന്മാര് കൊടുത്തിട്ടില്ലേ? ഇവരൊക്കെ തള്ളിക്കളയാണോ? ന്യായങ്ങളുടെ ഓട്ടകൾ തുറക്കരുത്. അങ്ങനെ പോയാൽ മതി. കളിയാവട്ടമുക്ക് അമ്പലമാണ് കേരളത്തിലെ പ്രഗത്ഭമായ മലബാറിലെ വലിയ ക്ഷേത്രം. ഉത്സവം നടക്കൽ നിശ്ചയിച്ചു കൊടുക്കും ആരും? മമത തങ്ങൾ പാപ്പ. പള്ളി ഉദ്ഘാടനത്തിന്റെ ഡേറ്റ്, മാസോറപ്പിക്കലും പെരുന്നാളും നോൽമ്പൊക്കെ നിശ്ചയിക്കും ആര്? മമ്പറ തങ്ങൾ പാപ്പ. നമ്മളിവിടെ അംഗീകരിക്കണവരല്ലേ? ഇതാണ് ശരിക്കുള്ള ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത്. കാസിം ഉസ്താദിന്റെ വാക്കുകൾ എന്ത് മനോഹരമാണ്.
നമ്മൾ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തു എന്ന് കരുതി ഒരിക്കലും ആ മതം നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ആ മതത്തെ പൂർണ്ണമായും വിശ്വസിക്കണം, അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ഭാഗമാവണമെന്നില്ല. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യമായിട്ട് അല്ലെങ്കിൽ സ്നേഹം കൈമാറുക മാത്രമാണ് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റംസാൻ വന്നാലോ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വന്നാലോ അല്ലെങ്കിൽ ഒരു ഓണം വന്നാലോ ഈ സമൂഹത്തിലുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിന്നു, ഒറ്റക്കെട്ടോടുകൂടി നിന്നു എന്ന് കരുതി ഇസ്ലാമിലുള്ള ഒരാൾ ഹിന്ദുമതം വിശ്വസിക്കണമെന്നും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ആൾ ഇസ്ലാം മതം വിശ്വസിക്കണമെന്നും ക്രിസ്ത്യ മതം വിശ്വസിക്കണമെന്നും ഒരു നിർബന്ധമില്ല. അത് അവരവരുടെ കൺസേൺ ആണ്. നമ്മൾ ഏത് വിശ്വാസം ഏറ്റെടുക്കണം, ഏത് വിശ്വാസത്തിൽ ജീവിക്കണമെന്നത്. കാസിം ഉസ്താദ് ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ലൈഫാണ്. കാരണം പണ്ട് കാലത്ത് ആളുകൾ അങ്ങനെയായിരുന്നു, എല്ലാവരും ഒരുമയോടുകൂടി ഒന്നൊരുമിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പണ്ട് എവിടെയൊക്കെയോ കേട്ട ഒരു വാക്കുകളുണ്ട്, കാണം വിറ്റും ഓണം എണ്ണണമെന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും സാഹോദര്യത്തോടും സ്നേഹത്തോടു കൂടി ഒന്നിച്ചു ചേരേണ്ടതാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തെ പോലും ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന രീതിയിലോട്ടാണ് ഇതുപോലുള്ള ഉസ്താദുമാർ മാറിപ്പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്നേഹത്തോടുകൂടി കഴിയുന്ന ഇസ്ലാമിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഇടയിലേക്ക് ഇതുപോലുള്ള ആളുകൾ വിഷം വാരി എറിയുന്നതോടുകൂടി അല്ലെങ്കിൽ വിഷവിത്തുക്കൾ പാകുന്നതിലൂടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന അതൃപ്തിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, അതും കേരളത്തിലാണ്. ഇവിടെ എല്ലാവരും ഒന്നാണ്. ദൈവത്തെ ഓർത്ത് ഈ വ്യക്തികളെ അല്ലെങ്കിൽ ഈ സാഹോദര്യത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം എന്ന് പറയുന്ന നാട്ടിൽ പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇസ്ലാം പള്ളിയും ഒരു ക്രിസ്തീയ പള്ളിയും അതോടൊപ്പം തന്നെ ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട്. ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇത് മൂന്നും ഒന്നിച്ചു വരുന്ന ഒരു ഏരിയയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും വന്നൊന്ന് നിന്ന് നോക്കണം. ആ ഏരിയയിൽ നിന്നും ലഭിക്കുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്. അത് പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നോ ഇസ്ലാമിൻ്റെ പള്ളിയിൽ നിന്നോ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ നിന്നോ ആണെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആ മൂന്ന് വിശ്വാസങ്ങളും കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു സെൻറ്ററാണ് ആ ഏരിയ എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് വൈബുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും നമുക്ക് നൽകുന്നൊരു പോസിറ്റീവ് വൈബുണ്ട്. അവനവൻ്റെ മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം വലുതാണ്, ശരിയാണ്. എന്നിരുന്നാൽ പോലും മറ്റൊരാളുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി എന്ന് കരുതി നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ആ വിശ്വാസത്തിൽ അഡോപ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസമായിട്ട് തന്നെ ഇരിക്കട്ടെ. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇതുപോലെ നമ്മുടെ സ്നേഹബന്ധങ്ങൾക്കിടയിലേക്ക് വിഷം പാകുന്ന അല്ലെങ്കിൽ വിഷവിത്തുകളെ നിറയ്ക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹാപ്പി ഓണം.